ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവണത് എൻ്റെ കൈ കിടന്ന് അനങ്ങണോണ്ടാണ് കേട്ടോ. എനിക്കെന്തോ ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രൈപോഡായിട്ട് യൂസ് ചെയ്തേക്കണത് എൻ്റെ കൈ അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ കേട്ടോ. പിന്നെ വലിച്ച് നീട്ടി ഞാൻ ഒരുപാട് സമയമൊന്നും കളയണില്ല കേട്ടോ. തമ്മിലൊക്കെ കണ്ടതുപോലെ ഏറ്റവും എളുപ്പത്തിൽ മടിയന്മാർക്കും മടിച്ചികൾക്കും എങ്ങനെ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ വീഡിയോ. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉഡായ്പിലാണ് ഉണ്ടാക്കണമെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതൊന്നും ആരും ഓർത്ത് വിഷമിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം കേട്ടോ. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചെമ്മീനായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. ചെമ്മീൻ്റെ തലയും വാലും ഉമ്മിച്ച് ഓൾറെഡി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനിലത്തെ ആ മേളിലത്തെ സംഭവങ്ങളും താഴെയുള്ളതും കളഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ ഇത്. ഇപ്പം ഉമ്മിച്ചപ്പം നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 4 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ട്രാൻസിഷനൊക്കെ കാണിച്ചെങ്കിലും അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞാനിവിടെ നേരിതാക്കിയത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ചെമ്മീൻ നല്ലോണം കഴുകിയ ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്തു. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൊട്ടയിൽ വെച്ച് ഊറ്റി വെക്കാണ് കേട്ടോ. ചെമ്മീനിൽ വെള്ളം പോണ സമയം കൊണ്ട് നമുക്ക് ചെമ്മീനിൽ തേക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെമ്മീനിൽ തേക്കാനുള്ള പൊടികൾ തയ്യാറാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നല്ലോണം കൈ വെച്ച് നമ്മുടെ ചെമ്മീനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഉപ്പിട്ട് കൊടുക്കണ ക്ലിപ്പിൻ്റെ നിന്ന് മിസ്സായി. അപ്പം നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇത്രയും തേച്ച് മാഗ്നേറ്റ് ചെയ്ത ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കണത്. ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് തന്നെയായിട്ട് പൊരിച്ചെടുക്കണത്. എന്നിട്ട് നമ്മൾ നിരത്തി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. ചെമ്മീൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഗ്രേവിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 തക്കാളി വേണം, പിന്നെ ഒരു 8-10 പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് നമ്മൾ നേരത്തെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒപ്പം കൂട്ടി ചതയ്ക്കുക. പിന്നെ ഞാൻ ചതച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ കുറച്ച് വേപ്പില തൂക്കി കൊടുത്തു. ഒരുപാട് കറുമുറാന്ന് പറഞ്ഞ് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. നേരത്തെ ചെമ്മീനിൽ തേച്ച മസാലയുടെ ബാക്കി കുറച്ച് ആ സെയിം പാത്രത്തിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സവാള ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത സെയിം പാത്രത്തിൽ തന്നെയാണ് കേട്ടോ സവാള വാട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും 2 പാത്രങ്ങൾ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഒരുപാടിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ മൂടി വെച്ച് ആവിയിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പം നല്ല സോഫ്റ്റായിട്ട് വഴറ്റി കിട്ടും. സവാള നല്ലോണം സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് റൈസിന് വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ആക്കാനില്ല. അപ്പോൾ എല്ലാം ചടപട. അപ്പോൾ നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ട നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. റൈസിന് വേണ്ട സവാള നമ്മൾ മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റെപ്പാണല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ. അത് സവാള പൊടിച്ച ശേഷം നമ്മൾ കശുവണ്ടി മുന്തിരിയും കൂടെ പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ സമയം ബാലൻസ് ചെയ്തിട്ടാട്ടോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ സവാള വഴറ്റി കൊടുക്കും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കും. അതിൻ്റെ പച്ചമണം മാറുന്ന സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ സമയം ബാലൻസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നതും തയ്യാറാക്കുന്നതും. വെറുതെ ഒരു സമയത്ത് നമ്മൾ ഇരിക്കുന്നില്ല കേട്ടോ. അരി ഇട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി നോക്കാം. അപ്പോൾ സവാള നല്ലോണം വഴണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലോണം നമ്മുടെ ഗ്രേവിയിലേക്ക് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് നമുക്ക് ആവിയിൽ മൂടി വെച്ച് നല്ലോണം ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഒരുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് വേവ് എത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വെള്ളവും അരി ഒപ്പം ആകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഗ്രേവി ഒന്നും കൂടി നല്ല തക്കാളി അത്ര പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് വന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വെന്തുടച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ വലിയ കാര്യപരിപാടികളായിട്ടൊന്നുമില്ല. റൈസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഴക്കാറുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച് കോരി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇടുന്ന ഗരം മസാലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. അതിനുശേഷം നമുക്ക് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. പുതിന കുറച്ച് മതി, മല്ലിയിലയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പുതിന ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഒരു കുത്തലിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കും കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം, മസാലയൊക്കെ ചെമ്മീനിലേക്ക് നല്ലതുപോലെ യോജിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, റൈസും റെഡിയായി ഇരിക്കാൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദമ്മിലിടാം. ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ദമ്മിലിടുന്നത്. നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം അല്ലേ. അപ്പം നേരത്തെ പൊഴിച്ച് വെച്ച് സവാളയും കശുവണ്ടിയും മുന്തിരിയും വിതറി കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഗരം മസാല ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് കേട്ടോ. അതിനുശേഷം നമുക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ, നമ്മുടെ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ദമ്മിൽ ഇടാം. അതിന് ഞാനൊരു തവ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടോ വെക്കുന്നത്. ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെയാണ് ഞാൻ വെക്കാറുള്ള സമയം. ശരിക്കും പ്രോപ്പറായിട്ടുള്ള ദമ്മിടലൊന്നല്ല, ഞാൻ ഫോയിൽ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കവർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. 20 മിനിറ്റിന് ശേഷം മൊത്തം നല്ല ബിരിയാണിയുടെ മണം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി കഴിക്കേണ്ട ആ ഒരു സ്റ്റേജാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള റെസിപ്പിയും എനിക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.